അമേരിക്കയുടെ ഒരു വലിയ ചരക്ക് വിമാനം നിറയെ ആയുധങ്ങളുമായി ബംഗ്ലാദേശിൽ എത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതിന്റെ ഭാഗമായിട്ട് അമേരിക്കൻ സേനയുടെ ലോജിസ്റ്റിക് തലവൻ ടാരാലിൻ സ്ട്രെഡയറുടെ നേതൃത്വത്തിൽ ഒരു 4 അംഗ സംഘം ബംഗ്ലാദേശിൽ എത്തുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ വിമാനത്തിലുള്ള ആയുധങ്ങൾ അരക്കൻ ആർമിക്ക് നൽകാനാണ് എന്നൊരു വാർത്ത കൂടി ബംഗ്ലാദേശിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മ്യാൻമാറിലെ രാഘവൻ പ്രവിശ്യ ഭരിക്കുന്നത് അരക്കൻ ആർമിയാണ്. ഈ അരക്കൻ ആർമിക്കുള്ള ആയുധങ്ങളാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ബംഗ്ലാദേശ് അനുദിനം കലുഷമായി കൊണ്ടിരിക്കുന്നു. കലാപ സമാനമായ അന്തരീക്ഷത്തിൽ ബംഗ്ലാദേശ് പോകുന്നു. മ്യാൻമാറിൽ കഴിഞ്ഞ കുറെ കാലമായി ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലാണ്. ഇതിനിടയിലാക്കിയാണ് ഈ സംഘർഷത്തിന്റെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ വിമാനം കൂടി എത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ദക്ഷിണേഷ്യയിൽ ആ ഒരു സംഘർഷങ്ങളിലും ആഭ്യന്തര കലാപത്തിലും അമേരിക്ക ഒരു നിർണായക റോളിലേക്ക് എത്തുകയാണ്. ഏതായാലും വലിയ രീതിയിൽ തന്നെ റോഹിംഗ്യകളെ ബംഗ്ലാദേശിലേക്കും മ്യാൻമാറിലേക്കും ദ്രുതഗതിയിൽ തിരിച്ചയക്കുന്ന നടപടികളുമായിട്ട് ഇന്ത്യയും മുന്നേറുന്നു. ഏതായാലും ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങൾ സംഘർഷഭരിതമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒരു തീപ്പൊരി വീണ് കഴിഞ്ഞാൽ ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലാണ്. ഇവിടേക്കാണ് ഈ അമേരിക്കയുടെ ചരക്ക് വിമാനം ആയുധങ്ങളുമായി എത്തിയിരിക്കുന്നത്. ആർക്കും ഒന്നും മനസ്സിലാകാത്ത തരത്തിലേക്ക് മാറി മറിയുകയാണ് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി. ബംഗ്ലാദേശും മ്യാൻമാറും അടക്കമുള്ള പ്രദേശങ്ങൾ, അവിടേക്ക് ചൈനയും അമേരിക്കയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ, ഇവിടെ എന്തും സംഭവിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു.